ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ ആൻഡ് നമ്മൾ ഇന്ന് അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഇന്നൊരു വളരെ ലെങ്തി വീഡിയോ ആയിരിക്കും ഞാൻ ഇപ്പോഴേ പറയുകയാണ് കേട്ടോ. കാരണം നമ്മൾ ആനുവൽ ഡൈവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, ലൈക്ക് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, സീലോം, സെഗ്മെൻറ്റേഷൻ, ഇതൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായി അല്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോരോ ഫൈലംസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം പോറിഫെറയാണ്. അപ്പോൾ നമ്മൾ 12th ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ, +1 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു ഫൈലം പോറിഫെറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അത് വളരെ കുഞ്ഞൊരു ഐഡിയ ആയിരുന്നു. ഇത് നമ്മൾ ഓരോരോ ഓർഡേഴ്സ്, ഓരോരോ ക്ലാസ്സസ്, സബ് ക്ലാസ്സസ്, അങ്ങനെ ഓരോന്നും എടുത്ത് എക്സാമ്പിൾസ് ആയതും അതിൻ്റെ ഓരോരുത്തരുടെ സ്പെഷ്യാലിറ്റീസ് ആയതും നമ്മളിവിടെ പഠിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. PG ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ഡിഗ്രി കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു സംഭവമൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു വേർഷൻ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ക്ലാസ്സസ്, ഓർഡേഴ്സ്, ആ ഒരു ലെവൽ വരെയുള്ളതൊക്കെ നിങ്ങൾ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഫൈലം പോറിഫെറ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ ഈ അനിമൽ ഡൈവേഴ്സിറ്റിക്ക് ഞാൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം, നിങ്ങൾ സെറ്റിൻ്റെ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കൊള്ളുക. ഈ ആനിമൽ ഡൈവേഴ്സിറ്റിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ലൈക്ക് ഒരു 10 മാർക്കിനെങ്കിലും മിനിമം ആനിമൽ ഡൈവേഴ്സിറ്റിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയോ. അപ്പോൾ ഈ പറഞ്ഞ 10 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇസ് ലൈക്ക് എ ഹ്യൂജ് ടൈം. വേറെ ഒരു യൂണിറ്റിൽ നിന്നും വേറൊരു മൊഡ്യൂളിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നില്ലെന്ന് വേണം പറയാൻ. ഒന്നില്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ അതിൻ്റെ സീലും, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ച് ഒരുപാട് ലൈക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഫൈലം പോറിഫെറ മാത്രമല്ല, എൻറ്റയർ ആനിമൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആനിമൽ ഡൈവേഴ്സിറ്റി ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, നമ്മൾ ഇന്ന് ഫൈലം പോറിഫെറ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. സോ ലെങ്തി വീഡിയോ ആയിരിക്കുന്നു. ഇപ്പോഴേ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വീഡിയോയിലേക്ക് ലൈക്ക് കടക്കുന്നതിന് മുന്നേ റിയലി സേയിങ് എ സോറി. യെസ്റ്റർഡേ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് ആലപ്പുഴ പോയിരിക്കുകയായിരുന്നു. അപ്പം വെളുപ്പിന് ഞാൻ പോയതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എത്തിയപ്പോഴത്തേക്ക് ഒരു 5 o'clock ആയി. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ നെക്ക് ഹെഡേക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം എനിക്ക് ഒട്ടും പറ്റിക്കില്ല ഇന്നലെ. ദാറ്റ്സ് വൈ ഞാൻ ലോങ് വീഡിയോ എന്തായാലും ഇടാതിരുന്നത്. ഷോർട്സ് ഞാൻ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത് കാരണം അതങ്ങനെ അങ്ങ് എയർ ചെയ്തു എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പം ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും വീഡിയോ സെർച്ച് ചെയ്തോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞാണേ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഫൈലം പോറിഫെറ. ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്നിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ജനറലി പോറിഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഫൈലത്തിൽ പെടുന്ന ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ചസ് ആണ്. നമ്മൾ സാധാരണ ഒരു സ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അല്ല, ഒരുപാട് ഓട്ടകളൊക്കെയുള്ള ദ്വാരങ്ങളുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുപോലെയുള്ള ആനിമൽസ് ആണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ഈ സ്പോഞ്ചസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് തന്നെ അതിനകത്ത് നിറയെ ലൈക്ക് ഈ പറഞ്ഞ പോലെ പോർസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും, സുഷിരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള മീനിങ്ങിലാണ്. ഇപ്പോൾ ഇവർ പോർ ബെയറേഴ്സ് ആണ്, അല്ലെങ്കിൽ പോർ ബെയർസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ഏകദേശം ഉണ്ടല്ലോ 5000-ഓളം സ്പീഷീസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് 5000-ഓളം സ്പീഷീസ് ഉണ്ട്. പല വെറൈറ്റി, പല ഷേപ്പ്, അതിനകത്തുള്ള ഓരോന്നിൻ്റെ സ്പെഷ്യാലിറ്റി, സെല്ലിൻ്റെ സ്പെഷ്യാലിറ്റി, അതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ആൻഡ് യൂഷ്വലി നമ്മൾക്ക് മറൈനായിട്ടുള്ളൊരു ഹാബിറ്റാറ്റിലാണ് ഇവരെ കാണാൻ പറ്റുക. പക്ഷേ ഏകദേശം ഒരു 150 സ്പീഷീസോളം ഫ്രഷ് വാട്ടറിൽ, സാധാരണ ഉപ്പില്ലാത്ത വെള്ളത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ, നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുന്നു. ഇവിടെ മുതലാണ് മെയിൻ പോയിന്റ്. യൂഷ്വലി എല്ലാവരും അക്വാട്ടിക് ആണ്, മറൈൻ ആണ് എന്ന് പറയാം. അതിനകത്ത് എക്സെപ്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു 150 സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ഫാമിലിയിൽ പെടുന്നുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ചില്ലിഡേ. കണ്ട, സ്പോഞ്ചില്ലിഡേ എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ പെടുന്ന സ്പീഷീസിലാണ്. ഏകദേശം ഒരു 150 സ്പീഷീസോളം ഫ്രഷ് വാട്ടറിൽ കാണുന്ന പോറിഫെറൻസ് എന്ന് പറയുന്നത്. ഇവർ സെസൈലാണ് ആൻഡ് സെഡൻറ്ററി ആണ്. ആൻഡ് അതുപോലെ തന്നെ അവർ പ്ലാന്റ്സിൻ്റെ പോലെയൊക്കെയാണ് ഗ്രോ ചെയ്യുക എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ സെസൈൽ സെഡൻറ്ററി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സെസൈലും സെഡൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ അവരെങ്ങനെ ഗ്രോ ചെയ്യുമായിരിക്കും. അപ്പം മൂവ്മെൻ്റ് ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള കൈൻഡ് ഓഫ് ഒരു ജീവിത രീതിയാണ് സെസൈൽ ആൻഡ് സെഡൻറ്ററി എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ തന്നെ അനങ്ങാതിരിക്കുന്നവർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ളവർ എന്ന് പറയാറില്ലേ, അതുപോലെ ഇവർ പ്ലാന്റ്സിൻ്റെ പോലെയാണ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ് പോലെ
ഫ്ലവർ വേസിൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ല. നമ്മൾ യൂഷ്വലി കുഞ്ഞു ക്ലാസ്സുകളിൽ ഫ്ലവർ വേസ് വരയ്ക്കുമ്പോൾ ഉള്ളൊരു ഷേപ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ളൊരു ജീവിയാണ്. അസിമെട്രിക്കലാണ്, റേഡിയൽ സിമെട്രിയാണ്. അസിമെട്രി, റേഡിയൽ സിമെട്രി എന്തൊക്കെയാണെന്ന് അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പീഷീസ് ഉള്ളതുകൊണ്ട് ചിലതൊക്കെ അസിമെട്രിക്കൽ ആകാം, ചിലതൊക്കെ റേഡിയൽ സിമെട്രി ആകാം. ഭൂരിഭാഗവും അസിമെട്രിക്കൽ ആണ് എന്ന് വേണം പറയാനായിട്ട്. ഇനി അവരുടെ ബോഡിയുടെ സർഫസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദ്വാരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പോർസ് ഒരുപാടുണ്ട്. ആ പോർസിനെയാണ് നമ്മൾ ഓസ്റ്റിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓസ്റ്റിയ. ആൻഡ് ഈ ഓസ്റ്റിയയിലോട്ടൊക്കെ വെള്ളം എൻ്റർ ചെയ്യും. ഓക്കെ, വെള്ളം എൻ്റർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്. ഇവരുടെ ദേഹത്ത് നിറയെ ചെറിയ ദ്വാരങ്ങളാണ്. ഓക്കെ, അതിനെ ഓസ്റ്റിയ എന്ന് വിളിക്കും. അതിലൂടെ വെള്ളം എൻ്റർ ചെയ്യും. വെള്ളം എൻ്റർ ചെയ്തത് വെളിയിലോട്ട് പോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു വലിയ ഓപ്പണിംഗ്, ഒരു വായ പോലെ, ഒരു മൗത്ത് ലൈക്ക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് അവരുടെ ബോഡിയുടെ ഒരു എൻഡിൽ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. ചെറിയ ദ്വാരങ്ങളിൽ കൂടെ എൻ്റർ ചെയ്തിട്ടുള്ള വെള്ളം ഈ വലിയ ദ്വാരമായിട്ടുള്ള ഓസ്കുലത്തിൽ കൂടെ വെളിയിലോട്ട് പോകുന്നു. ആൻഡ് ഇവർ ഈ വാട്ടർ ഇങ്ങനെ പാസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർ കനാൽ സിസ്റ്റം, അതിലൊരു സിസ്റ്റം ഉണ്ട്. ആൻഡ് അതിൽ കൂടെയാണ് അവർ ഭക്ഷണം കണ്ടെത്തുന്നത്, എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത് എല്ലാം. അപ്പോൾ ഈ വെള്ളം ഈ ഓസ്റ്റിയെ കൂടെ കടന്ന് ഓസ്കുലത്തിൽ കൂടെ പാസ് ചെയ്യുന്നത് അവരുടെ ലൈഫ് പ്രോസസ്സുകൾ നടത്തുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടിയിടിയോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവരുടെ കയ്യിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ മൾട്ടി സെല്ലുലർ ആണ്. ആൻഡ് അത് മാത്രമല്ല, ഇവർക്ക് ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള അനിമൽസ് ആണെന്ന് വേണം പറയാനായിട്ട്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ 2 ടൈപ്പ് ജേം ലെയേഴ്സ് മാത്രമേ കാണുള്ളൂ. പുറത്ത് ഇക്ടോഡേം ഉണ്ടായിരിക്കും, അകത്ത് എൻഡോഡേം ഉണ്ടായിരിക്കും. നടുവിൽ സാധാരണ നമ്മളെ പോലുള്ളവരൊക്കെ 3 ജേം ലെയേഴ്സ് ഉള്ള ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള അനിമൽസ് ആണ്. അപ്പോൾ ഈ എക്ടോഡേം എൻഡോഡേം കൂടാതെ നടുവിൽ ഒരു മീസോഡേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെയർ ഉണ്ടാവും. പക്ഷേ ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇവരിൽ ആ മീസോഡേം ആബ്സെന്റ് ആണ്. അതിന് പകരം പുറത്തെ എക്ടോഡേമിന്റെയും അകത്തെ എൻഡോഡേമിന്റെയും ഇടയിലായിട്ട് മീസെൻകൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെയർ ആയിരിക്കും കാണാം. അപ്പോൾ എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്. അത് മാത്രമല്ലേ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഓക്കെ, ഈ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ലെയറിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലെയറാണ് എന്ത്, മീസെൻകൈം. പിടികിട്ടിയോ? യെസ്. ഇനി ഇവരുടെ ഉൾഭാഗം, ഈ ഒരു ജീവിയുടെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹോളുമാണ്, അകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. ചില സമയത്ത് നമ്മൾക്ക് ചെറിയ കനാലുകൾ പോലെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ചില സ്പീഷീസിനകത്ത് ഈ കനാൽസിന് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിര സെല്ലുകളുണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? ഇപ്പം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ സിസ്റ്റംസും കുറേ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കുക. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബോഡിയുടെ അകം വശം എന്ന് പറഞ്ഞാൽ പൊതുവെ ഹോളോയാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കനാലുകൾ രൂപത്തിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഈ കനാലിന്റെ, നമ്മളൊരു കനാൽ കിട്ടുമ്പോൾ 2 സൈഡിലും കല്ലൊക്കെ വെച്ചിട്ട് അതിനൊരു ബൗണ്ടറി വാല് സെറ്റ് ചെയ്യില്ലേ, അതുപോലെ ഈ കനാലുകളെയും ഇവരുടെ അകത്തുള്ള ഈ കനാലുകളെയും ലൈൻ ചെയ്തേക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ്. അതിനെ നമ്മൾ കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? യെസ്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ സ്പോഞ്ചിന്റെ ബോഡിയുടെ അകത്തെ സ്പേസിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സ്പോഞ്ചോസീൽ. ഞാനിവിടെ പറഞ്ഞ ചില വാക്കുകളുണ്ട്, ഓസ്റ്റിയ, ഓസ്കുലം, ദെൻ കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ്, സ്പോഞ്ചോസീൽ, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓസ്റ്റിയ എന്ന് പറയുന്നത് ചെറിയ സുഷിരങ്ങൾ, ഓസ്കുലം വലിയ സുഷിരമായിരുന്നു, വലിയൊരു ദ്വാരമായിരുന്നു. ഇനി അവരുടെ കനാലിനെ ലൈൻ ചെയ്യുന്ന ചില സ്പെഷ്യൽ സെൽസ് ആണ് കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ്. ഞാനിവിടെ കോളർ സെൽസ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അറിഞ്ഞു വെച്ചേക്കണം. പിന്നെ ആ ഒരു ബോഡിയുടെ അകത്തുള്ള സ്പേസിന് നമ്മൾ എൻറ്റയർ സ്പേസിന്, അതിപ്പോൾ ഹോളോ ആണെങ്കിലും കനാൽസ് ആണെങ്കിലും എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ. പിടികിട്ടിയോ? യെസ്. ഓക്കെ, ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇവരെ മാത്രമല്ല ഏത് ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കെലട്ടൺ ഉണ്ടായിരിക്കും അല്ലേ. ഇവർക്കും ഒരു സ്കെലട്ടൺ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പോഞ്ചിൻ ഫൈബേഴ്സ്. നമ്മൾക്ക് ബോൺസ് ഉള്ളത് പോലെ അവർക്കുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്കെലട്ടൺ മെറ്റീരിയലാണ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. അതല്ലെന്നുണ്ടെങ്കിൽ സിലീഷ്യസ് സ്പിക്യൂൾസ് അല്ലെങ്കിൽ കാൽക്കേറിയസ് സ്പിക്യൂൾസ്. ഈ 3 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടും അവർക്ക് സ്കെലട്ടൺസ് ഉണ്ടാക്കാം. സ്പോഞ്ചിൻ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കാം, സിലീഷ്യസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടാകാം, കാൽക്കേരിയസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോഞ്ചസിൽ വരും. പിടികിട്ടിയോ? അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ആ ഒരു ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതും കൂടെ ഉണ്ട്. ഓക്കെ, ഇവർക്ക് മൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. മൗത്ത് പോലെ ആക്ട് ചെയ്യുന്ന, വെള്ളം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓസ്കിലുണ്ട്, പക്ഷെ അതൊരു മൗത്ത് അല്ല. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളം ഓസ്റ്റിയെ കൂടെ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ
ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡൈജഷൻ നടക്കുന്നത് ഇൻട്രാ സെല്ലുലാർ ആണ്, സെൽസിൻ്റെ അകത്താണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ മൗത്ത് എന്ന് പറയേണ്ടതില്ല. എക്സ്ക്രീറ്ററി റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നും ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ വെള്ളം ഓസ്റ്റിയെ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ ഭക്ഷണം കിട്ടും, ഓക്സിജൻ കിട്ടും. എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അവർ വെളിയിലിട്ട് കളയുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ആ വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ആദ്യത്തെ ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. ഇനി നെർവസ് സിസ്റ്റംസോ അല്ലെങ്കിൽ അങ്ങനെ നെർവസ് ടിഷ്യൂസോ സെൽസോ സെൻസറി സെൽസോ അങ്ങനെയൊന്നും നമുക്ക് അവരിൽ കാണാൻ പറ്റില്ല. കാരണം അത്ര വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫൈലൊന്നും അല്ലത്, അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫൈലമാണെന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? പിന്നെ ഇവർ മൊണോഷ്യസ് ആണ്. മൊണോഷ്യസ് ആയതുകൊണ്ടും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് ഇവരെ കാണാൻ പറ്റും. ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ മെത്തേഡ്സ് ഉണ്ട്, അസെക്ഷൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ, അസെക്ഷൽ മെത്തേഡ്സിനകത്ത് ബഡ്ഡിങ് അല്ലെങ്കിൽ ജെമ്യൂൾസ് ഫോം ചെയ്യുക അങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ തന്നെ സ്പേമും ഓവും ഒക്കെ ഉണ്ടായിരിക്കും. ഈ സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി മോണീഷ്യസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, മോണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ മീൻസ് ഒന്ന്, ഒരു ഓർഗാനിസത്തിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ലൈക്ക് പാർട്സ് ഉണ്ടായിരിക്കും. പിടികിട്ടിയോ? മെയിലും ഫീമെയിലിൻ്റെയും ഓർഗൻസ് ഒരു ഓർഗാനിസത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്പോഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിലിൻ്റെ പാർട്ടുണ്ട് ആൻഡ് ദെൻ ഫീമെയിലിൻ്റെ പാർട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റീജനറേഷൻ പവറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും റീഗ്രോ ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ റീജനറേറ്റ് ചെയ്യാനൊക്കെ എബിലിറ്റി ഉള്ളവരാണ് ഈ ഫൈലം പോറിഫെറ എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, പക്ഷേ ക്രോസ് ഫെർട്ടിലൈസേഷനും കൂടെ നടക്കലുണ്ടെന്ന് മനസ്സിലാക്കുക. ഹോളോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ക്ലീവേജ് ആണ്. ഈ ക്ലീവേജ് ഹോളോബ്ലാസ്റ്റിക് എന്നുള്ളതൊക്കെ നമ്മൾ എംബ്രയോളജി പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് നേരെ കുഞ്ഞുങ്ങളല്ല ഉണ്ടാവുക, പകരം ലാർവയാണ് ഉണ്ടാവുക. ഈ ലാർവ ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നീട് അതൊരു അഡൽട്ടായിട്ട് മാറുന്നത്. ആൻഡ് ഇവരുടെ ലാർവ എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള സീലിയേറ്റഡ് ലാർവ ആയിരിക്കും. ഫ്രീ സ്വിമ്മിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മീനൊക്കെ പോലെ തനിയെ അത് സ്വിം ചെയ്ത് പോകും. പക്ഷെ അതിൻ്റെ ബോഡിയിൽ നിറച്ച് സീലിയാസ് ഉണ്ട്. സീലിയ അറിയത്തില്ല, നമ്മുടെ പാരമീസത്തിലൊക്കെ ഉള്ള പോലെ ചെറിയ ബ്രഷ് മാതിരത്തെ സാധനങ്ങൾ ബോഡി നിറച്ചും ഈ ലാർവയ്ക്കകത്ത് കാണാൻ പറ്റും. ആൻഡ് അങ്ങനെയുള്ള 2 ലാർവ ഫോംസ് ആണ് അവർക്കുള്ളത്, ആംഫിബ്ലാസ്റ്റുല അല്ലെങ്കിൽ പാരൻകൈമുല. ആംഫിബ്ലാസ്റ്റുല എന്ന് വിളിക്കാം അല്ലെങ്കിൽ പാരൻകൈമുല എന്ന് വിളിക്കാം. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ 2 ലാർവൽ പേരുകൾ അവർക്കുണ്ട്, ആംഫിബ്ലാസ്റ്റുല ആൻഡ് പാരൻകൈമുല. നിങ്ങളോട് ചോദിക്കുക ആംഫിബ്ലാസ്റ്റുല എന്തിനാ ലാർവയാന്നൊക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ സ്പോഞ്ചസിന്റെ ഓർഗനൈസേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആസ്കൺ ടൈപ്പ്, സൈക്കൺ ടൈപ്പ്, ലൂക്കനോയിഡ് ടൈപ്പ്. അങ്ങനെ അനുസരിച്ചിട്ടാണ് അവർ സിമ്പിൾ ഫോംസ്, കോംപ്ലക്സ് ഫോംസ് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആസ്കൺ ടൈപ്പ്, സൈക്കൺ ടൈപ്പ്, ലൂക്കനോയിഡ് ടൈപ്പ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം ആസ്കൺ ടൈപ്പ് തന്നെ നമുക്ക് നോക്കാം. ആസ്കൻ ടൈപ്പിനെ നമ്മൾ ആസ്കനോയിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ് ആസ്കനോയിഡ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ട പോലെ ഇവരുടെ ശരീരത്തിൽ നിറയെ ദ്വാരങ്ങളുണ്ട്, പോർസ് കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വളരെ ചെറുതാണ്, ട്യൂബിൻ്റെ ഷേപ്പാണ് ഇവർക്ക്. ഓക്കെ, ആൻഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പോർസിൽ കൂടെ അതിനകത്തോട്ട് വെള്ളം എൻ്റർ ചെയ്യും. അതിനകത്ത് ആ സ്പോഞ്ചോസീലിൽ കൂടെ പാസ് ചെയ്തിട്ട് ആണ് അത് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ വെള്ളം വെളിയിലോട്ട് പോകാൻ വേണ്ടി അവർക്ക് ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്, ഒരു സിംഗിൾ വലിയ ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓസ്കുലം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സംഭവങ്ങൾ. സ്പോഞ്ചോസീലിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഇത് ഉൾഭാഗം, ഈ പോറിഫറൻസിന്റെ ഉൾഭാഗത്തെയാണ് നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ഇനി അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കനാലുകളിലായിട്ട് കോളർ സെൽസ് അല്ലെങ്കിൽ കൊവാനോസൈറ്റ്സ് ഉണ്ട് എന്നുള്ളതും കാണാൻ പറ്റും. തൊട്ട് മുന്നേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു സ്പോഞ്ചാണ് ആസ്കനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോഞ്ച്. ഇനി രണ്ടാമത്തത് ദാറ്റ് ഈസ് സൈക്കനോയിഡ്. സൈക്കൺ ടൈപ്പിനെയാണ് നമ്മൾ സൈക്കനോയിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആസ്കനോയിഡിനേക്കാൾ അല്പം കൂടെ വലുതാണ്. അപ്പോൾ കോംപ്ലക്സിറ്റി അല്പം കൂടെ കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ. അപ്പോൾ ആസ്കനോയിഡിനേക്കാളും അല്പം കൂടെ വലിയ സൈസുള്ള സ്പോഞ്ചുകളാണ് സൈക്കനോയിഡ് എന്ന് പറയുന്നത്. അവർക്കൊരു ട്യൂബ് മാതിരിയുള്ളൊരു ബോഡിയാണ്. ആൻഡ് അവർക്കും ഇതുപോലെ ഒരു വലിയൊരു ഓസ്കുലം നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബോഡി വോൾ എന്ന് പറയുന്നത് ഭയങ്കര തിക്കാണ്. ഓക്കെ, ഭയങ്കര തിക്ക് ബോഡി വോളാണ്. ആൻഡ് ഇവരുടെ പോർസ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വാരങ്ങളാണ്. പക്ഷേ ഈ പോർസ് എന്ന് പറയുന്നത് അകത്തോട്ട് നല്ല നീണ്ടിങ്ങനെ അകത്തോട്ട് ആഴത്തിൽ പോയിരിക്കുകയാണ്. അപ്പം അത് തന്നെ ഒരു കനാല് പോലെ ഫോം ചെയ്യും. ആൻഡ് ഈ കനാലിന്റെ ഉള്ളിൽ ഈ കനാലിന്റെ സൈഡ്സിൽ വോൾ മാതിരി എന്തുണ്ട്, കോളർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് കാണാൻ പറ്റും. പിടികിട്ടിയോ? നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഒരു ഒരു തുണിയിലൊരു ദ്വാരം ഇടാന്ന് പറഞ്ഞാൽ തുണിയിൽ ജസ്റ്റ് ഒരു ഓട്ട ഇടുക എന്നുള്ളൊരു മീനിങ് ആണ്. ആപ്പിളിലൊരു ദ്വാരം ഇടാന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു ഫ്രൂട്ടിലൊരു ദ്വാരം ഇടാമെന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഫ്രൂട്ടാണ് നമ്മുടെ സ്പോഞ്ച് എന്ന് മനസ്സിൽ വിചാരിക്കുക.
ആ ഫ്രൂട്ടിൽ നമ്മളൊരു ദ്വാരം ഇടുന്നു. അപ്പോൾ എന്ത് പറ്റും, നമ്മളിങ്ങനെ തുളച്ച് അകത്തോട്ട് വരണം. സിമിലർലി ഇവരുടെയും ഈ പോസ് ഭയങ്കര ലോങ്ങർ ആൻഡ് അതുപോലെ തന്നെ പെനട്രേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കനാല് പോലെ ഫോം ചെയ്യുന്നു ആൻഡ് കനാലിൽ ലൈൻ ചെയ്തിട്ട് കോളർ സെൽസ് കാണാൻ പറ്റും. പിടികിട്ടിയോ? ആൻഡ് ഈ സെൽസിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഫ്ലജെല്ല ഉണ്ട്. പുറത്തു നിന്നിട്ടുള്ള വെള്ളത്തിനെ സ്പോഞ്ചോസീലിനകത്തേക്ക് എത്തിക്കുന്നത് ഈ ഫ്ലജെല്ലയുടെ മൂവ്മെന്റാണ്. ഫ്ലജെല്ല വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് പുറത്തുള്ള വെള്ളത്തിനെ മൊത്തം എങ്ങോട്ട് എത്തിക്കുക, അതിന്റെ ബോഡിക്കകത്തോട്ട് എത്തിക്കുക. എന്നിട്ട് അതിന്റെ ആവശ്യമുള്ള എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഓസ്കലം വഴിയായിട്ട് ഈ വെള്ളം പുറത്തോട്ടു. പിടികിട്ടിയോ? അങ്ങനെയാണ് സംഭവം. യെസ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ദാറ്റ് ഈസ് ലൂക്കണോയിഡ്. ലൂക്കൺ ടൈപ്പ് ആയിട്ടുള്ളതിനെ ലൂക്കണോയിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. വലുതാണ്, ഏറ്റവും വലുതാണ്, മോസ്റ്റ് കോംപ്ലക്സ് ആണ്. മിസ് പറഞ്ഞില്ലേ, നമ്മൾ കണ്ടിട്ടുള്ള ഈ 3 ടൈപ്പ് ഓഫ് സ്പോഞ്ചസിനകത്ത് ആസ്കനാണ് ഏറ്റവും ചെറുത്, അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്, എന്നിട്ട് പിന്നെ സൈക്കൻ, എന്നിട്ട് പിന്നെ ഏറ്റവും അടിപൊളി കോംപ്ലക്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൂക്കനോയിഡ്. ആ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തേക്കണമെന്ന് വേണം പറയാം. ഇവർക്ക് ഒരു തിക്ക് ആയിട്ടുള്ള ബോഡി വോൾ ഉണ്ട്. ആൻഡ് ഈ ബോഡി വോൾ ഉണ്ടാക്കിയേക്കുന്നതുണ്ടല്ലോ ഒരു മാസ് ഓഫ് ടിഷ്യൂസ് ചേർത്തിട്ടാണ്, ഒരുപാട് ടിഷ്യൂസ് ചേർത്തിട്ടാണ് തിക്കായിട്ടുള്ള ഒരു ബോഡി വോൾ ഉള്ളത്. ആൻഡ് ഈ ബോഡി വോൾ നിറയെ നമുക്ക് ഈ പറഞ്ഞ പോലെ സുഷിരങ്ങൾ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീപ്പായിട്ടുള്ള സുഷിരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുഷിരങ്ങൾ ഒരു കനാല് പോലെ ഫോം ചെയ്യും. കനാലുകൾ കൂടിച്ചേർന്ന് പല പല ചേംബേഴ്സ് ആയിട്ട് മാറും. പലയിടത്തു നിന്നുള്ള കനാലുകൾ കൂടിച്ചേരാണ്, എന്നിട്ടൊരു ഒരു ഒരു ചേംബർ മാതിരിയായിട്ട് അവർ ഫോം ചെയ്യുക. ആൻഡ് ഈ ചേംബേഴ്സിനെ ലൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ആരെ കാണാൻ സാധിക്കും? കൊയാനോസൈറ്റ്സിനെ കാണാൻ സാധിക്കും. പിടിയോ? കൊയാനോസൈറ്റ്സും അവിടെ ഉണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഈ കനാലുകളിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കലാൻസ് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചേംബേഴ്സിലോട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. പലയിടത്തുനിന്നുള്ള കനാൽസും കമ്പൈൻ ചെയ്ത് പല പല ചേംബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനാലുകളിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നു, ചേംബേഴ്സിലെത്തുന്നു, ആൻഡ് അവസാനം വെള്ളം എന്തിലൂടെ വെളിയിലോട്ട് പോകും? ഓസ്കുലത്തിൽ കൂടെ വെളിയിലോട്ട് പോകും. അപ്പോൾ വെള്ളത്തിന് വെളിയിലോട്ട് പോകാനുള്ള ഒരു വലിയ ഓപ്പണിംഗ് ആണ് ഓസ്കുലം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ ലൈക്ക് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ലൂക്കനോയിഡും കഴിഞ്ഞു. അങ്ങനെയാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ്. കാരണം ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന ടൈപ്സും ഞാൻ പറയാൻ പോകുന്ന ക്ലാസ്സസിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ലൂക്കനോയിഡ് ആണ്, ആസ്കനോയിഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോരുത് എന്താണ് ഈ ആസ്കനോയിഡ്, ലൂക്കനോയിഡ് എന്നൊക്കെ ഉള്ളത്. ഇനി അതുകൂടാതെ നമ്മുടെ സ്പോഞ്ചസിനകത്തുള്ള കുറച്ച് സെല്ലുകളാണ്. ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. ഫസ്റ്റ് വൺ പിനാക്കോസൈറ്റ്സ്. പിനാക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. ഒറ്റ ലെയറേ ഉള്ളൂ. നമ്മുടെ സ്പോഞ്ചസിൻ്റെ പുറമേ ഉള്ളൊരു സ്കിൻ പോലത്തെ ഭാഗത്ത് കാണുന്ന ഒറ്റ ലെയറുള്ള ഫ്ലാറ്റ് സെൽസിനെയാണ് പിനാക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. വളരെ തിന്നാണ്, ലെതറി മാതിരിയാണ്. അത് മാത്രമല്ല അവർ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ കട്ടിക്ക് പാക്ക് ചെയ്ത് വെച്ചേക്കാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടികിട്ടിയോ? ഇനി നെക്സ്റ്റ് വൺ പോറോസൈറ്റ്. പോറോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള ട്യൂബ് ലൈക്ക് ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ഇവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ജെല്ലി ആയിട്ടുള്ളൊരു സാധനത്തിൽ കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അവരെ സംബന്ധിച്ച് ബേസിൽ നമുക്കൊരു കവറിങ് ആയിട്ടുള്ളൊരു ലെയർ കാണാൻ പറ്റും. ടിപ്പിനായിട്ട് നമുക്ക് ഒരു പാരാഗാസ്ട്രിക് ആയിട്ടുള്ള ഒരു പോർഷനിൽ ലീഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓർക്കുക, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്യൂബുലാർ സെൽസ് ജെല്ലി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്ത് ജെല്ലിയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാം കേട്ടോ. ജെല്ലി കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് ബേസ് പോർഷനാണ് ജെല്ലി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവരെ സംബന്ധിച്ച് ഒരു കവറിങ് ലെയർ ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ അവരുടെ എപ്പെക്സ് പാരാഗാസ്ട്രിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വരെ എത്തുന്നുണ്ട്. ഓക്കെ, കൊയാനോസൈറ്റ്സിൻ്റെ ഇടയിലുള്ളത്. ആൻഡ് ഇതൊരു വാൽവ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ചോസെയിലിലെ അകത്തേക്ക് വെള്ളം എത്തുന്നതിൻ്റെ ഒരു ഫ്ലോ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാൽവ് പോലെ. പിടികിട്ടിയ? ആൻഡ് ഈ പറഞ്ഞ പോലെ വാട്ടർ അകത്തേക്ക് കിടക്കുന്ന പോറ് ഇവിടെയും എന്ത് തന്നെയാണ്? ഓസ്റ്റിയ അല്ലെങ്കിൽ ഓസ്റ്റിയം. ഓസ്റ്റിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിംഗുലർ, ഓസ്റ്റിയ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. എടാ ഇവിടെ നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട്. ഐ ഹോപ്പ്, അല്ലെങ്കിലും എൻ്റെ വീഡിയോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോൾ മഴയുടെ അപശബ്ദങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല പെരുത്ത് മഴയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, യെസ്. അമീബോസൈറ്റ്സ് ആണ് മൂന്നാമത്തെ ടൈപ്പ്. അമീബോസൈറ്റ്സിനെ നമ്മൾ ആർക്കിയോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോഞ്ചസിനകത്ത് കാണുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് മീസോഹൈൽ എന്ന് പറയുന്നത്. മീസോഹൈൽ. ഈ മീസോഹൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുറമേ ഉള്ളൊരു ലെയറാണ് പിനാക്കോഡം, അതിൻ്റെ അകത്തുള്ളൊരു ലെയറാണ് കോവാനോഡം എന്ന് പറയുന്നത്. പുറമത്തെ ലെയറിന് പിനാക്കോഡം, അകത്തെ ലെയറിന് കോവാനോഡം എന്ന് വിളിക്കും. അതിൻ്റെ ഇടയിലുള്ളൊരു ജെല്ലി മാതിരത്തെ സബ്സ്റ്റൻസ്, തൊട്ട് മുന്നേ ജെല്ലി പറഞ്ഞു, ആ ജെല്ലി മാതിരത്തെ സബ്സ്റ്റൻസിൻ്റെ പേരാണ് മീസോഹൈൽ.
പിടി കിട്ടിയോ? അപ്പോൾ മീസോഹൈലിൽ കൂടെ ഫുള്ളായിട്ട് അമീബ മൂവ് ചെയ്യുന്ന പോലെ സ്യൂഡോപോഡിയൊക്കെ വെച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ആണ് ഈ അമീബോസൈറ്റ്സ് അല്ലെങ്കിൽ ആർക്കിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, പല 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 ഷേപ്സ് ആയിട്ട് മാറാൻ പറ്റും. അമീബൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പം അങ്ങനെ അവർ അങ്ങനെ ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്ത് ഈ മീസോഹൈലിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന എന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവാനോസൈറ്റ്സിൽ നിന്നുള്ള ന്യൂട്രിയൻസിനൊക്കെ പല സെൽസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എഗ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കോവാനോസൈറ്റ്സിൽ നിന്നുള്ള സ്പേംസിന് ഫാഗോസൈറ്റോസ്ഡ് ആയിട്ടുള്ള സ്പേമിനെ എഗ്സിലൂടെ ഡെലിവർ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പല പല ടൈപ്സ് ഓഫ് സെൽസ് ആയിട്ട് മാറാൻ ലൈക്ക് കോളൻസൈറ്റ്സ്, സ്ക്ലിറോസൈറ്റ്സ്, സ്പോഞ്ചോസൈറ്റ്സ് അങ്ങനെ പല ടൈപ്പ് സെല്ലുകളൊക്കെ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഷേപ്പൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പ് ഷിഫ്റ്റിംഗ് സെൽസ് ആണ് അമീബോസൈറ്റ്സ്. അമീബയുടെ പോലെ അവർ, അതുകൊണ്ടാണ് നമ്മൾ തന്നെ അമീബോയിഡ് തന്നെ എഴുതി വെച്ചേക്കുന്നത് തന്നെ കിട്ടിയോ. അമീബോസൈറ്റ്സ് അല്ലെങ്കിൽ അമീബോയിഡ് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇനി അത് കൂടാതെ ഗ്ലാൻഡ് സെൽസ് ഉണ്ട്. നമ്മളുള്ളതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സെക്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലാൻഡ് സെൽസ് അവരിൽ കാണാൻ പറ്റും. ആൻഡ് ദെൻ ദർ ഈസ് മയോസൈറ്റ്സ് അല്ലെങ്കിൽ മസിൽ സെൽസ്. ഇവരാണ് പൊതുവെ സിഗ്നൽസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതും ലൈക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെൽസ് ആണ് മയോസൈറ്റ്സ് അല്ലെങ്കിൽ മസിൽ സെൽസ് എന്ന് പറയുന്നത്. ദെൻ കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളൻസൈറ്റ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നർ സർഫസിലാണ് നമുക്ക് കോവാനോസൈറ്റ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഫ്ലജെല്ല കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് അവർ ആ ഒരു വെള്ളത്തിനെ മൂവ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ കടന്നു വരുന്ന വെള്ളത്തിനെ മൂവ് ചെയ്യുന്നത് ഫ്ലജെല്ലം വെച്ചിട്ട് ലാബ് ചെയ്തിട്ടാണെന്ന് പറയല്ലേ, അത് തന്നെ സംഭവം. ഇനി ഗ്രേ സെൽസ് ഉണ്ട്. അവരെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഈ ലിംഫോസൈറ്റ്സ് ഒക്കെ ഉള്ള പോലെ അവർക്ക് ഗ്രേ സെൽസ് ആണുള്ളത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞാൽ മതിയടാ ഇങ്ങനെ സെൽസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ക്ലാസ്സസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് കാൽക്കേരിയ അല്ലെങ്കിൽ കാൽസി സ്പോഞ്ചിയേ എന്ന് പറയുന്നതാണ്. അത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാലിക്സ് എന്ന് പറഞ്ഞാൽ ലൈം എന്നുള്ളതും സ്പോഞ്ചോസ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് എന്നുള്ളതും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്കെലട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് കാൽക്കേരിയസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് കാണാൻ പറ്റും. മോണോ ആക്സൺ ഉള്ളതോ അല്ലെങ്കിൽ ടെട്രാ ആക്സൺ ഉള്ളതോ ഒക്കെ ആയിട്ടുള്ള സ്പിക്യൂൾസ് കാണാൻ പറ്റും. മോണോ ആക്സൺ എന്ന് പറഞ്ഞാൽ 1 ആക്സൺ ഉള്ളത്, ടെട്രാക്സൺ എന്ന് പറഞ്ഞാൽ 4 ആക്സൺ ഉള്ളത്. ഇനി ടെട്രാക്സൺ ഉള്ള സ്പൈക്യൂൾസിനകത്ത് ചിലവരുണ്ടല്ലോ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകും, അവർക്ക് അതിൽ നിന്ന് 1 ആക്സൺ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനെ നമ്മൾ ട്രൈ റേഡിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ 3 ആക്സൺസ് ഉള്ളത് എന്നുള്ള മീനിങ്. അങ്ങനെ അവർ പൊതുവെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാം അല്ലെങ്കിൽ കോളനി ആയിട്ട് ജീവിക്കാം. സിലിണ്ടറൽ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ഒരു പൂവിന്റെ ആ വേസിന്റെ ഷേപ്പിലുള്ളതോ ഒക്കെ ആയിട്ടാണ് അവരുടെ ബോഡി ഇരിക്കുക. ഇവരിൽ ആസ്കനോയിഡ് ടൈപ്പ് ഉണ്ടാവും, സൈക്കനോയിഡ് ടൈപ്പ് ഉണ്ടാവും, ല്യൂക്കനോയിഡ് ടൈപ്പ് ഉണ്ടാവും. 3 ടൈപ്പ് ഉണ്ടാവും. പക്ഷെ അവർക്ക് അടിപൊളി കളറൊന്നുമില്ല, ഭയങ്കര ഡൾ കളേർഡ് ആണ്. സൈസ് എന്ന് പറയുന്നത് ഏകദേശം 15 സെന്റിമീറ്റർ താഴെ മാത്രമേ വരുള്ളൂ. ആൻഡ് ഈ കടലിൽ തന്നെ ഒരുപാട് ആഴത്തിലായിരിക്കില്ല, ഷാലോ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഈ ക്ലാസ്സിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഓർഡറുകളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓർഡർ നോക്കാം, ഹോമോസീല. ക്ലാസിന്റെ പേര് എന്തായിരുന്നു? ക്ലാസിന്റെ പേര് വന്നിട്ട് ദാറ്റ് ഈസ് കാൽസി സ്പോഞ്ചിയെ അല്ലെങ്കിൽ കാൽക്കേരിയ. അപ്പൊ ഈ ക്ലാസിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഓർഡർ ആണ് എന്ത്? ഹോമോസീല. ഓക്കെ, അപ്പൊ ഇവിടെ ഹോമോസീലക്കകത്ത് ആസ്കനോയിഡ് ആയിട്ടുള്ള സ്പോഞ്ചസ് ആണുള്ളത്. റേഡിയൽ സിമെട്രി ആണ്, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്. ആൻഡ് ഇവരുടെ ബോഡി വോൾ ഭയങ്കര തിന്നാണ്, ഒട്ടും കട്ടി ഉണ്ടാവില്ല, ഫോൾഡിംഗ് ഒന്നുമില്ല. ആൻഡ് അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തിട്ട് ഒരുപാട് കോയനോസൈറ്റ്സ് കാണാൻ പറ്റും. എക്സാമ്പിൾ പഠിച്ചു വെക്കണം, ല്യൂക്കോസൊളേനിയയും ക്ലാത്രീനയും. പഠിച്ചു വെക്കണം കേട്ടോ എല്ലാ എക്സാമ്പിൾസ് എന്താണ്? ലൂക്കോസൊളീനിയ ആൻഡ് ക്ലാത്രീന. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഓർഡർ ഹെറ്ററോസീല. മുന്നത്തെ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? എല്ലാ ഓർഡേഴ്സും ഓർക്കുന്നുണ്ടോ? ഓർഡർ 1 വാസ് ഹോമോസീല. അപ്പൊ നെക്സ്റ്റ് വൺ എന്താണ്? ഹെറ്ററോസീല. ഓക്കെ, അപ്പൊ ഹെറ്ററോസീല എന്ന് പറഞ്ഞാൽ ഇവിടെ സൈക്കനോയിഡ് ടൈപ്പ് ആയിട്ടുള്ള സ്പോഞ്ച് ആകാം അല്ലെങ്കിൽ ലൂക്കനോയിഡ് ടൈപ്പ് ആയിട്ടുള്ള സ്പോഞ്ച് ആകാം. ഒരു വെയ്സിന്റെ ഷേപ്പിലുള്ള ഒരു ബോഡിയാണ് ഇവർക്കുള്ളത്. തിക്ക് ബോഡികളാണ്, ഫോൾഡഡ് ആണ്, കോയനോസൈറ്റ്സ് കാണാൻ പറ്റും. പക്ഷെ റേഡിയൽ ആയിട്ട് വെച്ചിരിക്കുന്ന കനാലുകളിൽ മാത്രമേ കോയനോസൈറ്റ്സ് ഉണ്ടാവുള്ളൂ. റേഡിയലി വെച്ചിരിക്കുന്ന കനാലുകളിൽ മാത്രമേ കോയനോസൈറ്റ്സ് ഉള്ളൂ. പിന്നെ സ്പോഞ്ചോസീലുണ്ട്. ആൻഡ് അവിടെ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡോഡേം സെൽസ് കാണാം. എൻഡോഡേം പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പൊ എൻഡോഡേമിന്റെ ഫ്ലാറ്റ് സെൽസ് ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തിട്ടുണ്ട്. കോവാനോസൈറ്റ്സ് അല്ല, യൂഷ്വലി കോവാനോസൈറ്റ്സ് അല്ലേ വരല്. പക്ഷെ ഇവിടെ കോവാനോസൈറ്റ്സ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡോഡേം സെൽസ് ആണെന്നുള്ളത് ഓർക്കുക. എക്സാമ്പിൾ സൈക്കൺ, സ്കൈഫ, ഗ്രാൻഷ്യ എന്നൊക്കെ പറയുന്നത്. സൈക്കണിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, കോമണസ്റ്റ് ആയിട്ടുള്ള പോറിഫറൻ ആണ്. ഓക്കെ,
അപ്പോൾ ഹോമോസീല കഴിഞ്ഞു, ഹെട്രോസീല കഴിഞ്ഞു, 2 ഓർഡേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ കാൽക്കേറിയ അല്ലെങ്കിൽ കാൽസി സ്പോഞ്ചിയ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഹോമോസീല അതുപോലെ ഹെട്രോസീല എന്ന് പറഞ്ഞിട്ടുള്ള 2 ലൈക്ക് ഓർഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലാസ് 1 2 ഓർഡേഴ്സ്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് നമ്മൾ പോവുകയാണ്. ഹെക്സാക്റ്റിനെല്ലിഡ അല്ലെങ്കിൽ ഹയാലോസ്പോഞ്ചിയേ. ഹെക്സാക്റ്റിനെല്ലിഡ അല്ലെങ്കിൽ ഹയലോസ്പോഞ്ചിയേ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ക്ലാസ്. ഹയലോസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസി എന്നുള്ളൊരു മീനിങ്, സ്പോഞ്ചോസ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച്. അപ്പോൾ ഗ്ലാസ് സ്പോഞ്ചസ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക. ഗ്ലാസ് അപ്പിയറൻസ് ആണ് അവർക്കുള്ളത്, അതുകൊണ്ട് നമ്മൾ അതിനെ ഗ്ലാസ് സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇവരുടെ സ്കെലട്ടൺ ഉണ്ടാക്കി വെച്ചേക്കുന്നതും സിലിക്ക വെച്ചിട്ടുള്ള സ്പിക്യൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ എന്തായിരുന്നു? കാൽക്കേരിയ സ്പിക്യൂൾസ് ആയിരുന്നു. ഇവിടെ സിലിക്കയുടെ സ്പിക്യൂൾസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇവരിൽ 3 ആക്സൺ ഉണ്ട്. ആൻഡ് ട്രയാക്സൺ എന്ന് പറഞ്ഞാൽ 6 റേസ് നമ്മൾക്ക് ഇവരിൽ കാണാനായിട്ട് പറ്റും. ഇനി ചില സ്പിക്യൂൾസുകളെല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ലാറ്റിസ് മാതിരത്തെ ഒരു സ്കെലട്ടൺ ആയിട്ട് മാറുന്നുണ്ട്. സ്പിക്യൂൾസ് കുറേ എണ്ണം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ചെണ്ണം എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. ആൻഡ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു ലാറ്റിസ് മാതിരി ആയിട്ട് മാറും. പിടികിട്ടിയോ? അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്. ആ ഫ്യൂസ്ഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പോ അങ്ങനത്തെ ഒരു ഷേപ്പ്, ഒരു സ്ക്വയർ ഷേപ്പ് മാതിരി ഒരു ജോമെട്രിക് ഷേപ്പിലോട്ട് ആ സ്പിക്യൂൾസ് എത്തുന്നുണ്ട്. പിടികിട്ടിയോ? ആൻഡ് ഇവിടെ എപ്പിഡെർമൽ എപ്പിത്തീലിയം ഒന്നുമില്ല. ആൻഡ് നമ്മളുടെ ചേമ്പേഴ്സ് ഉണ്ടല്ലോ, ഫിംഗർ ഷേപ്പിലുള്ള ചേമ്പേഴ്സാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഈ കനാലുകളിലെല്ലാം ചേർത്തിട്ടുണ്ടാകുന്ന ചേമ്പേഴ്സ്, അതിനെ ലൈൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ കോവാനോസൈറ്റ്സ് ഉണ്ട്. ഇനി ഇവർ പൊതുവെ സിലിണ്ടറിക്കൽ ആണ്, അല്ലെങ്കിൽ ഫണലിന്റെ ഷേപ്പിലുള്ളതാണ്. പൊതുവെ ഡീപ്പായിട്ടുള്ള ട്രോപ്പിക്കൽ സീസിലൊക്കെ, ട്രോപ്പിക്കൽ കൺട്രീസിലുള്ള കടലുകളിൽ ഡീപ്പ് ഏരിയയിലാണ് അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അതിന്റെ സൈസും വലിയതാണ്, കാരണം 1 മീറ്ററൊക്കെ അവർ ഗ്രോ ചെയ്യും. പിടികിട്ടിയോ? അതാണ് ക്ലാസ് 2 ഹെക്സാക്റ്റിനെല്ലിഡ എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് ഓർഡർ നോക്കാം. ഹെക്സ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെക്സ് ആസ്റ്ററോഫോറ അങ്ങനെ പഠിച്ചു നോക്കൂ. ഹെക്സ് ആസ്ട്രോഫോറ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ഹെക്സ് ആസ്റ്ററോഫോറ. പിടികിട്ടിയോ? അപ്പോൾ സ്പിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹെക്സാസ്റ്റേഴ്സ് ആണ്. ഹെക്സാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഒരു സ്റ്റാറിന്റെ ആകൃതിയിലുള്ള ഒരു ഷേപ്പിലായിരിക്കും സ്പിക്യൂൾസ് കാണാൻ പറ്റുക. മിസ് പറഞ്ഞില്ലേ, സ്പിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലാറ്റിസ് മാതിരി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ജോമെട്രിക് ഷേപ്പ്. ഇവിടെ എന്താണ്? ഒരു സ്റ്റാർ ഷേപ്പ് ആവുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ നമ്മൾക്ക് റേഡിയൽ ആയിട്ടുള്ള കനാൽസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആ കനാൽസിനെ നമ്മൾ ഫ്ലജല്ല വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്ലജലേറ്റഡ് ചേമ്പേഴ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കനാൽസ് ആൻഡ് ചേമ്പേഴ്സ് ഒക്കെയാണ്. ആൻഡ് ഇതിന് ഈ ഒരു ഓർഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഈ പോറിഫെറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ലൈക്കാണ് ഇവരുടെ ഗ്രോത്ത്. അപ്പോൾ സിമിലർ ആയിട്ട് റൂട്ട്സിനോട് സിമിലർ ആയിട്ടുള്ള എന്തോ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ റൂട്ട് വെച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലും സർഫസിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സെസൈലാണ്, സെഡൻഡറി ആണ്, ഇപ്പോഴും എവിടെയെങ്കിലും ഒരിടത്ത് പിടിച്ചു നിൽക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റൂട്ട് പൊതുവെ പോറിഫറൻസ് ഉണ്ട്, ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂപ്ലെക്റ്റല്ല അല്ലെങ്കിൽ ഫാർനേറ. മാറിപ്പോവരുത് കേട്ടോ. യൂപ്ലെക്റ്റല്ല അല്ലെങ്കിൽ ഫാർനേറ എന്ന് പറയുന്നതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഈ യൂപ്ലെക്റ്റല്ല എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫാർനേറ കേൾക്കുന്നതിലും എന്താ പറയുക, ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫാർനേറ എന്ന് പറയുന്നത് ഓർക്കണേലും ഭേദം യൂപ്ലെക്റ്റല്ല ഓർക്കണതായിരിക്കും. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ ഏത് എക്സാമ്പിൾ വരും എന്നൊക്കെ ഉള്ളത്. പിടികിട്ടിയോ? ഈ യൂപ്ലെക്റ്റേനെ നമ്മൾ വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഈ ജപ്പാൻ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ ഈ യൂപ്ലെക്റ്റെല്ലിനെ നമ്മൾ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് തന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജപ്പാനിലെ യൂപ്ലെക്റ്റെല്ലിനെ ഒരു ഗിഫ്റ്റ് മാതിരി കല്യാണത്തിന് അവർ കപ്പിൾസിന് കൊടുക്കും. അത് എന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ ദീർഘ സുമംഗലി ഭാവ മാതിരി ഒരുപാട് വർഷങ്ങളോളം കല്യാണം നിലനിൽക്കട്ടെ എന്നുള്ള ഒരു ലൈക്ക് എന്താ പറയുക, വാട്ട് യു സേ ദാറ്റ്, ഒരു ബ്ലെസ്സിങ് മാതിരി കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയും നമ്മൾ ഈ വീനസ് ഫ്ലവർ ബാസ്ക്കറ്റിനെ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ആലോചിച്ച് നോക്കൂ അങ്ങനെ കൊടുക്കുന്നത്. സദ്യ കഴിക്കാതെ നമ്മൾ പൊക്കോളാൻ പറയും. പക്ഷേ ജപ്പാനിൽ അതങ്ങനെ ഒരു ട്രഡീഷനാണ്. ദേ വിൽ ബി ഹാവിങ് എ വെരി ലോങ് എവർ ലാസ്റ്റിംഗ് മാരേജ് എന്നുള്ളൊരു ട്രഡീഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർക്കാം കേട്ടോ. യൂപ്ലെക്റ്റെല്ലയുടെ ഞാനിത് ഫൺ ഫാക്റ്റായിട്ട് പറഞ്ഞതല്ല, ചിലപ്പോൾ ചോദിക്കാം ഹൂ ഈസ് വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ്. അപ്പോൾ ബാസ്ക്കറ്റ് ദാറ്റ് ഈസ് യൂപ്ലെക്റ്റെല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഓർഡർ ആംഫി ഡിസ്കോഫോറ. പറയുന്നത് കേട്ട് അങ്ങനെ പഠിക്കാട്ടോ. നേരത്തെ പഠിച്ചില്ലേ ഹെക്സാസ്ട്രോഫോറ എന്നുള്ള രീതിയിൽ പഠിച്ചില്ലേ, അതുപോലെ ആംഫി ഡിസ്കോഫോറ. ആംഫി ഡിസ്കുകളായിട്ടാണ് സ്പിക്യൂൾസ് കാണുക. ഹെക്സാസ്റ്റേഴ്സ് ഇല്ല, നേരത്തെ പോലെ ഹെക്സാസ്റ്റേഴ്സ് ഒന്നും ഇല്ല. ആൻഡ് ഇവർക്ക്
തനിയെ താഴെ എന്തെങ്കിലും ഒരു സാധനത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, റൂട്ട് ടെഫ്റ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുന്നത്തേൽ അത് ഉണ്ടായില്ല, അവർക്ക് അങ്ങനെ ഒരു റൂട്ട് ടെഫ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇവർക്ക് എന്തുണ്ട്, റൂട്ട് ടെഫ്റ്റ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് എക്സാമ്പിൾ ഹയാലോനീമ, അതാണ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. ദെൻ ഫെറോനീമയും കൂടെ ഉണ്ട്, ഹയോനീമ അല്ലെങ്കിൽ ഫെറോനീമ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് 3. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ 2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ക്ലാസ്സിൽ 2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ക്ലാസ് ഡെമോസ്പോഞ്ചിയേ. ഇതൊരു ഗ്രീക്ക് വാക്യം വന്നിട്ടുള്ളത്, നല്ല ലാറ്റിൻ ആയിരുന്നല്ലേ. ഗ്രീക്ക് ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം, സ്പോഞ്ചോസ് മീൻസ് സ്പോഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിം സ്പോഞ്ചസ് എന്ന് വിളിക്കും നമ്മൾ അതിനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പോഞ്ച് സ്പീഷീസ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഡെമോസ്പോഞ്ചിയിലാണെന്ന് വേണം പറയാൻ. ഒരു വലിയ സൈസാ, സോളിറ്ററി ആയിട്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ആൻഡ് അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്കെലട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സിനകത്ത് തന്നെ സിലിക്കസ് സ്പിക്യൂൾസ് ഉപയോഗിച്ചിട്ടോ ഉള്ളതാകാം. പിടികിട്ടിയോ? സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കെലട്ടൻ ആകാം, അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് തന്നെ അതും എന്തിന്റെ പ്രസൻസ് ഉള്ളത്, സിലിക്കയുടെ സ്പിക്യൂൾസിന്റെ പ്രസൻസ് ഉള്ളത്. അല്ലെങ്കിൽ ചില ഡെമോസ്പോഞ്ചിക്കകത്ത് പെടുന്ന ഓർഗാനിസംസിന് സ്കെലട്ടനേ കാണത്തില്ല. 3 ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. പിടികിട്ടിയോ? ഇനി സ്പിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 റൈഡ് അല്ല, പൊതുവെ മോണോ ആക്സോണോ ടെട്രോ ആക്സോണോ ആയിരിക്കും. ആൻഡ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പല വലിയ വലിയ മെഗാ സ്കെലീർസ് അല്ലെങ്കിൽ ചെറിയ മൈക്രോ സ്കെലീർസ് ആയിട്ടൊക്കെ മാറാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വലുതും ചെറുതുമായിട്ടുള്ള രീതിയിൽ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. വലുതാണെന്നുണ്ടെങ്കിൽ മെഗാ സ്കെറീൽസ് എന്നും ചെറുതാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്കെറീൽസ് എന്നും പറഞ്ഞ് വിളിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത്ര ഒരു എക്സാക്ട് ബോഡി അല്ല, ഇറഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അസിമെട്രിക്കൽ ആവാനാണ് പൊതുവെ ചാൻസ്. പിന്നെ അവരിലൊരു കനാൽ സിസ്റ്റം ഉണ്ട്, ല്യൂക്കനോയിഡ് ആയിട്ടുള്ള ഒരു കനാൽ സിസ്റ്റം ആണ്. മറൈൻ ആയിട്ട് കാണുന്നു, പക്ഷെ ചിലതും ഇതിനകത്ത് എന്തുണ്ട്, ഫ്രഷ് വാട്ടറിൽ കാണുന്ന സ്പീഷീസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പം 3ാമത്തെ ക്ലാസ് പഠിച്ചില്ലേ. ഇനി ഇതിനകത്തൊരു സബ് ക്ലാസ് ഉണ്ട്. ആ സബ് ക്ലാസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ടെറാക്റ്റിനെല്ലിഡ, അതാണ് സബ് ക്ലാസ്, ടെറാക്റ്റിനെല്ലിഡ. ഇവിടെ സോളിഡ് ആയിട്ടുള്ള സിമ്പിൾ റൗണ്ടഡ് കുഷ്യൻ ലൈക്ക് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെയുള്ള സ്പോഞ്ചസ് ആണ്. എന്തൊക്കെയാണ്? സോളിഡ് ആണ്, സിമ്പിൾ റൗണ്ട് ഷേപ്പ് ആണ്, കുഷ്യൻ ലൈക്ക് ആണ്, ഫ്ലാറ്റൻഡ് ആണ്, ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്ത സ്പോഞ്ചസ് ആണ്. ഓക്കെ, സ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ടെട്രാക്സൺ ആയിരിക്കും. ടെട്രാക്സണിൽ തന്നെ സിലിക്കസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് ആണ് അവരിലുള്ളത്. പിടികിട്ടിയോ? പക്ഷെ ഈ സ്കെലട്ടൺ മിക്സോസ്പോഞ്ചിഡ എന്ന് പറഞ്ഞ ഓർഡറിലില്ല. മിക്സോസ്പോഞ്ചിഡ നമ്മളിപ്പോൾ പഠിക്കും. ഇങ്ങനൊരു സ്കെലട്ടൺ അല്ല മിക്സോസ്പോഞ്ചിഡയ്ക്കകത്ത് ഉള്ളത്. മിക്സോസ്പോഞ്ചിഡ ഈസ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് എക്സെപ്ഷണൽ കേസ് ആണ് മിക്സോസ്പോഞ്ചിഡ. ഇവരിലെ കനാൽ സിസ്റ്റം ഉണ്ട്, ല്യൂക്കനോയിഡ് ടൈപ്പ് തന്നെ. ആൻഡ് ഇവരും പൊതുവെ ഷാലോ വാട്ടറുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ടെറാക്റ്റിനെല്ലിഡ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ഓർഡറിൽ പെടുന്ന ഈ ഒരു ക്ലാസ്സിൽ പെടുന്ന 3 ഓർഡേഴ്സ് ഉണ്ട്. ഓർഡർ 1, 2, 3. ഓക്കെ, അപ്പോൾ ഓർഡർ 1 നോക്കാം. ഫസ്റ്റ് വൺ മിക്സോസ്പോഞ്ചിഡ, അതാണ് ഓർഡർ 1. വളരെ സിമ്പിൾ ആണ്. ഇവർക്ക് സ്കെലട്ടണേ ഇല്ല. മിസ് പറഞ്ഞില്ലേ നേരത്തെ, ഇവർക്ക് സ്കെലട്ടണേ ഇല്ല. അപ്പൊ അതുകൊണ്ട് എക്സെപ്ഷണൽ കേസ് ആണ്. എക്സാമ്പിൾ ആണ് ഓസ്കാറെല്ല ഹാലിസാർക്ക. എടാ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കുന്നല്ലേ, പഠിക്കും. ഇപ്പം ഞാൻ പഠിച്ചില്ലേ, ഇല്ലേ? അപ്പോൾ അതുപോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഓർക്കുക, മിക്സോസ്പോഞ്ചിഡ വളരെ സിമ്പിളാണ്, സ്കെലട്ടൺ ഇല്ല. ഓസ്കറെല്ല അല്ലെങ്കിൽ ഹാലിസാർക്ക. ഓക്കെ, ഓസ്കറെല്ല എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഓസ്കാർ ഇല്ല എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി, അല്ലേ? ഓസ്കാർ ഇല്ല, ഓസ്കാർ ഇല്ലാത്തത് ആർക്കാണ്? ഇതാണ് ഓസ്കാർ ഇല്ലാത്തത് മിക്സോസ്പോഞ്ചിഡൊക്കെയാണ്. ക്ലിക്ക് ചെയ്തില്ലേ? അങ്ങനെയൊക്കെ കണക്ട് ചെയ്യടാ. ഓക്കെ, ഇനി ഓർഡർ 2, നെക്സ്റ്റ് ഓർഡർ കാർനോസ. കാർനോസനെ ഓർക്കാനായിട്ട് കർമൂസ എന്ന് ഓർത്താൽ മതി. കർമൂസ അറിയില്ലേ? കപ്പങ്ങ, കോഴിക്കോടുള്ളവരാണ് തോന്നുന്നു കർമൂസ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക. അവസാനം കർമൂസ ആവരുത്, അത് ഇറ്റ് ഇസ് കാർനോസ കേട്ടോ. അപ്പോൾ സിമ്പിൾ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്പിക്യൂൾസ് മെഗാസ്കലറീൽസ് അല്ലെങ്കിൽ മൈക്രോസ്കലറീൽസ് ആയിട്ടൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ വലുത് ചെറുതായിട്ടൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ആസ്റ്റേഴ്സ് ചിലതിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ പ്ലക്കീന കേട്ടോ. പ്ലക്കീന എന്നുവെച്ചാൽ പ്ലക്ക് ചെയ്യല്ലേ എന്നൊക്കെയുള്ളൂ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യൂ പ്ലക്കീന. ഓക്കെ, യെസ്. അപ്പോൾ 2 ഓർഡർ കഴിഞ്ഞു. 3ാമത്തെ ഓർഡർ കോറിസ്റ്റിഡ. എടാ വായിക്കുമ്പോൾ പേരൊന്നും ഇങ്ങോട്ട് മാറിപ്പോരുത് കേട്ടോ. കോറിസ്റ്റിഡ. അപ്പോൾ ഇവിടെ സ്പിക്യൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഗാ സ്ക്ലറീൽസ് ആയിട്ടും മൈക്രോ സ്ക്ലറീൽസ് ആയിട്ടൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ജിയോഡിയം തീനിയം. ജിയോഡിയം തീനിയ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പോൾ 3 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ, ലൈക്ക് സബ് ക്ലാസ് 1ന്റെ അണ്ടറിൽ. ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 3 ഡെമോസ്പോഞ്ചിയെ.
അതിലൊരു സബ് ക്ലാസ് വന്നു, ദാറ്റ് വാസ് ടെറാക്റ്റിനെല്ലിഡ. ടെറാക്റ്റിനെല്ലിഡയുടെ അണ്ടറിൽ 3 ഓർഡേഴ്സ് വന്നു, മിക്സോസ്പോഞ്ചിഡ, കാർണോസ, കൊറിസ്റ്റിഡ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എന്തിലോട്ട് പോവാണ്? സബ് ക്ലാസ്സിലോട്ട് പോവാണ്. ഞാൻ ആ സബ് ക്ലാസ് ഒന്ന് ബോൾഡ് ചെയ്യാൻ മറന്നുപോയി. പക്ഷെ അടുത്ത സബ് ക്ലാസ് മോണോ അല്ലെങ്കിൽ മോൺ ആക്സോണിഡ, അങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. മോണാക്സോണിഡ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. മോൺ ആക്സോണിഡ എന്ന് പറഞ്ഞു പഠിക്കുക. ഓക്കെ, മോൺ ആക്സോണിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷേപ്സിൽ കാണാം. റൗണ്ട് ഷേപ്പ് ഉണ്ട്, ബ്രാഞ്ച് ടൈപ്പ് ഉണ്ട്, നീളത്തിലുള്ളതുണ്ട്, സ്റ്റോക്ക് ഷേപ്പിലുണ്ട്, ഫണലിന്റെ ഷേപ്പിലുണ്ട്, ഫാൻ ഷേപ്പിലുണ്ട്, എല്ലാ ഷേപ്പിലും കാണാം. ഓക്കെ, ഇനി ഇവരുടെ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഇവരിൽ മോണോ ആക്സോൺ ആയിട്ടുള്ള സ്പിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ അവരിൽ സ്പോഞ്ചിനെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളതുണ്ട്. ഇനി സ്പിക്യൂൾസിനെ നമ്മൾ മെഗാസ്ക്ലറീൽസും മൈക്രോസ്ക്ലറീൽസും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ നമുക്ക് എല്ലായിടത്തും വരെ കാണാൻ പറ്റും. ഷാലോ വാട്ടറിലും കാണാം, ഡീപ്പ് വാട്ടറിലും കാണാം. കുറേ പോറിഫറൻസ് ഈ മോണോ ആക്സോണിഡ എന്ന് പറഞ്ഞ സബ് ക്ലാസ്സിൽ പെടുന്നവരാണ്. പിടികിട്ടിയോ? അപ്പൊ ഈ മോണോ ആക്സോണിഡ എന്ന് പറയുന്നതിന് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ആണ് ഹാഡ്രോമെറിഡ. ഓക്കെ, ഇവരിൽ മോണോ ആക്സോൺ ആണ്, മെഗാസ്ക്ലീറസ് ഉണ്ട്, ആൻഡ് അത് ഫോം ചെയ്തിട്ട് ഒരു പ്രത്യേക സ്റ്റൈലായിട്ട് മാറിയിരിക്കുക, പ്രത്യേക ഒരു ഫാഷനിലായിട്ട് മാറിയിരിക്കുക. അതിനെയാണ് നമ്മൾ ടൈലോ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. എന്ത് സ്റ്റൈലാണ്? ടൈലോ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പിടികിട്ടിയോ? അപ്പോൾ മോണോ ആക്സോൺ മെഗാസ്ക്ലീറീൽസ് ആണ് എന്തിന്റെ ഫോമിൽ കാണാൻ പറ്റുക? ടൈലോ സ്റ്റൈൽസിന്റെ ഒരു രീതിയിൽ കാണാൻ പറ്റുക. ടൈലോ സ്റ്റൈലിന്റെ രൂപം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു നീഡിൽ മാതിരി എടുത്തൊരു ലുക്കാണ് ഈ ടൈലോ സ്റ്റൈൽസിന് ഉണ്ടാവുക. പിടികിട്ടിയോ? ഇനി ഇവരുടെ ലൈക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോസ്ക്ലറീൽസ് ഉണ്ടല്ലോ, ആസ്റ്റേഴ്സിന്റെ ഫോമിലാണ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഇവർക്കില്ല. എക്സാമ്പിൾ ക്ലിയോണ ടെത്തായ എന്നാണ് അതിന്റെ പേര് കേട്ടോ, ടെത്തായ. ഓക്കെ, യെസ്. ഓർഡർ 2 ഹാലികോൺട്രിഡ. ആൻഡ് ഇവിടെയും നമ്മൾക്ക് മോണോ ആക്സോൺ ആണ്, മെഗാസ്ക്ലീറൽസ് ഉണ്ട്. മെഗാസ്ക്ലീറൽസ് പൊതുവെ 2 ടൈപ്സ് ആണ്, മോണോ ആക്ടിൻസ് ഉണ്ട്, ഡയാക്ടിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ 2 ആക്ടിനുള്ളവരും 1 ആക്ടിനുള്ളവരും ആ ഒരു രീതിയിലുണ്ട്. മോണോസ്ക്ലറീൽസ് ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ മൈക്രോസ്ക്ലറീൽസ് ആബ്സെന്റ് ആണെന്ന് വേണം പറയാൻ. മൈക്രോസ്ക്ലറീൽസ് എന്ന് പറഞ്ഞാൽ ചെറുത്, വലുതാണുള്ളത് അവർക്ക് അല്ലെ. മെഗാസ്ക്ലറീൽസ് ആണുള്ളത് 2 ടൈപ്പ്, മോണോ ആക്ടിൻസും ഡയാക്ടിൻസും. മൈക്രോ ഇല്ല, സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉണ്ട്, പക്ഷെ സ്കാൻറ്റി എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുക. സ്കാൻറ്റി ആയിട്ടുള്ള സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ് ഇവർക്ക് എന്തുള്ളത്? പൊതുവെ കാണാനായിട്ട് പറ്റുന്നത്. ഈ സ്കാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, വളരെ ചെറുത്, എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ എമൗണ്ട്, ഒട്ടും ഇല്ല, നമുക്ക് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണ് സ്കാൻറ്റി എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ക്വാണ്ടിറ്റിയിലില്ല. ഓക്കെ, ആൻഡ് ഈ ഓർഡറിന്റെ പേര് തന്നെയാണ് അവരുടെ എക്സാമ്പിൾ വരുന്നത് ഹാലികോൺട്രിയ. കണ്ടോ, എനിക്ക് തന്നെ ഹാലികോൺട്രിയ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതിന്റെ എക്സാമ്പിളാണ്. ഓർഡറിന്റെ പേര് ഹാലികോൺട്രിഡ. അപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി 3ാമത്തെ ഓർഡർ കഴിഞ്ഞില്ല. 3ാമത്തെ ഓർഡറിലോട്ട് പോവാണ് പോയേസിലോസ്ക്ലെറിഡ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് മോണോ ആക്സൺ ആയിട്ടുള്ള മെഗാസ്ക്ലീറസ് കാണാൻ പറ്റും. 2 ടൈപ്സ് ഉണ്ട്, ഒരെണ്ണം എക്ടോഡേമിലും ഒരെണ്ണം ക്വൈനോസൈറ്റിന്റെ ലെയറിലുമാണ് കാണുക. മെഗാസ്ക്ലീറസ് 2 ടൈപ്സ് ഉണ്ട്, ഒരെണ്ണം എക്ടോഡേമിൽ കാണാം, മറ്റത് എവിടെ കാണാം? ക്വൈനോസൈറ്റിന്റെ ലെയറിൽ കാണാം. ഇനി മൈക്രോസ്ക്ലീറൽസ് കാണാനായിട്ട് പറ്റും, പക്ഷെ അവര് പല ടൈപ്പിലാണ് കാണാൻ പറ്റുക. കീലാസ്, സിഗ്മാസ്, ടോക്സാസ്. ഇത് അങ്ങനെ പഠിച്ചു നോക്കുക. മൈക്രോസ്ക്ലീറസ്, ചീലാസ് അല്ലെങ്കിൽ കീലാസ് എന്തിനു പറയാം, സിഗ്മാസ്, ടോക്സാസ്. ഇത് 3 ഫോംസിലായിട്ടാണ് ഇവരിൽ കാണാൻ പറ്റുക. പിടികിട്ടിയോ? എക്സാമ്പിൾ ക്ലാഡോറൈസ. നിങ്ങളോട് ചോദിക്കുക ഈ 3 ടൈപ്പിൽ മൈക്രോസ്ക്ലീറസ് കാണുന്ന ഓർഡർ ഏത്? ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാഡോറൈസയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇനി 4ാമത്തെ ഓർഡർ ഹാപ്ലോസ്ക്ലെറിഡ. ഇവിടെയും മോണോ ആക്സോൺ ആയിട്ടുള്ള മെഗാസ്ക്ലീറസ് ഉണ്ട്, പക്ഷെ അതൊറ്റ ടൈപ്പേ ഉള്ളൂ, ഡയാക്സിനൽ 2 ആക്സോൺസ് ഉള്ളത്. മൈക്രോസ്ക്ലീറസ് ഇല്ല, സ്പോഞ്ചിൻ ഫൈബേഴ്സ് കുറച്ചൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ കലീന, പാക്കി കലീന, സ്പോഞ്ചിലയാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത്. നമ്മൾ അറിയുന്നതൊക്കെ സ്പോഞ്ചിലയാണ്, പക്ഷെ ഇവർ 3 പേരുണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി 3ാമത്തെ സബ് ക്ലാസ് ആണ്, ദാറ്റ് ഈസ് കെരാറ്റോസ.
ഓക്കെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ബോഡിയാണ്. ആൻഡ് ഇവർക്ക് ഒരുപാട് കോൺസ്പീഷ്യസ് ആയിട്ടുള്ള എമൗണ്ടിൽ ഓസ്കുല കാണാൻ പറ്റും. ഓസ്കുല അറിയാലോ അല്ലേ? ഓസ്കുല കാണാൻ പറ്റും. ആൻഡ് ഇവരുടെ സ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോഞ്ചൻ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ട് സ്പോഞ്ചൻ ഫൈബേഴ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊരു നെറ്റ്വർക്ക് പോലെയാണ്. ഓക്കെ. സിലിക്കയുടെ സ്പിക്യൂൾസ് ഒന്നും ഇവരിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നമ്മൾ ഹോണി സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. മുള്ളുള്ള സ്പോഞ്ചസ് പോലെ പിടിക്കുക. ആൻഡ് ഇവർ പൊതുവെ ഷാലോ വാട്ടറിൽ വാം വാട്ടറുള്ള സ്ഥലത്തൊക്കെയാണ് കാണുക. ട്രോപ്പിക്കൽ ഏരിയാസിലും സബ് ട്രോപ്പിക്കൽ ഏരിയാസിലൊക്കെ നമുക്ക് ഇവരെ കാണാൻ പറ്റും. എക്സാമ്പിൾ യു സ്പോഞ്ചിയും ഹിപ്പോ സ്പോഞ്ചിയും. എടാ എൻ്റെ വോയിസ് ടോണിൽ ഈ വീഡിയോൻ്റെ രണ്ടിടത്തും അല്ലെങ്കിൽ പലയിടത്തും പല വോയിസ് ടോൺ ആയിരിക്കും. കാരണം നേരത്തെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ല. അപ്പം ടോക്കിംഗ് ആണ് വെരി നോർമൽ ടോൺ കേട്ടോ. അങ്ങനെ അതുകൊണ്ടിട്ടാണ് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ യു സ്പോഞ്ചിയയും അതുപോലെ തന്നെ ഹിപ്പോ സ്പോഞ്ചിയയും ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ് ആയിരുന്നു കെരാട്ടോസ. കഴിഞ്ഞു. കെരാട്ടോസൊക്കെ വേറെ ഓർഡേഴ്സ് ഒന്നുമില്ല, കെരാട്ടോസ വരെയേ ഉള്ളൂ. സമാധാനമായില്ലേ? ഓക്കെ. അപ്പോൾ പല പല ഓർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു മക്കളെ. എനിവേ എല്ലാ ഓർഡേഴ്സും പഠിക്കുക, എല്ലാ സബ് ക്ലാസ്സസും പഠിക്കുക, എല്ലാ ക്ലാസ്സസും പഠിക്കുക. ആദ്യത്തെ മാത്രം എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ഒരു 2 ഓർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വന്നു. പിന്നെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ക്ലാസ്, അതിൻ്റെ അടിയിൽ 3 സബ് ക്ലാസ്, 3 സബ് ക്ലാസ്സിൻ്റെ അടിയിൽ ഓരോന്നിൻ്റെ അടിയിൽ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. എനിവേ ഇത്രയാണ് ഫൈലം പോറിഫെറയെ പറ്റി പറയാനുള്ളത്. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു നോ. ഇതെന്തായാലും അറിഞ്ഞു വെക്കണം. PG സ്റ്റുഡൻ്റ് ആവുന്ന സമയത്ത് നമ്മളെന്തായാലും PG എടുത്തിട്ടുള്ളവരാണല്ലോ നമ്മൾ സെറ്റ് ചെയ്താൽ പോകുന്നവർ. അപ്പോൾ PG എടുത്ത സ്ഥിതിക്ക് നമ്മൾക്കിത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, ഒബ്വിയസ്ലി ദാറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഒബ്വിയസ്ലി നിങ്ങളെ കൊണ്ട് ഇത് ഫുള്ള് പഠിച്ചു വെക്കുക, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. പറ്റാവുന്നിടത്തോളം പഠിക്കാം. എൻ്റെ എഫേർട്ട് ഞാൻ എത്ര ഇടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടല്ലേ. നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിന് ഗുണം കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റാവുന്നത് ഇത്രയാണ്, ഞാൻ ഇത്ര ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ബി ട്രൂ ടു യുവർ സെൽഫ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫൈലം പോറിഫെറയാണ് പഠിച്ചത്. അതെന്താണെന്ന് പഠിച്ചു, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിനകത്തുള്ള ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഓർഗനൈസേഷൻ സംഭവങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് വന്നു. ഒരു 3 ക്ലാസ്സസ് ആണ് നമ്മൾ കണ്ടത്. അതിൽ ഓർഡേഴ്സ്, അതിൻ്റെ സബിലായിട്ട് നമ്മൾ ഓർഡേഴ്സും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ വരെയൊക്കെയാണ്, ഒരു ഓർഡർ വരെയുള്ള ലെവലിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫൈലം പോറിഫെറൻ. ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഹെൽപ്ഫുൾ ആയിരുന്നു, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എടാ നിങ്ങളോട് ഞാൻ അത് പറയൂ ഇത് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയാം. ആരും പറയാറില്ല. ഐ ഡോണ്ട് നോ വൈ. നിങ്ങൾ കാണാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ കമൻറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ അത് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിയിലുള്ളവരൊക്കെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ വീഡിയോസും ചാനലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, എപ്പോഴാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ലടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചാനലിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ലൈക്ക് വലിയ ബ്രേക്സ്, 1 ഇയർ ഒക്കെ ഞാനൊന്നും പോസ്റ്റ് ചെയ്യാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഞാൻ സെറ്റിൻ്റെ ഒരു 15 ഡേയ്സിൻ്റെ ഒരു മാരത്തോൺ സീരീസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് PYQs നമ്മൾ ആൻസർ ചെയ്യുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അത് ആൻസർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ദിവസം 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതിൽ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾക്ക് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ടോപ്പിക് വൈസിൻ്റെ ഒരു PYQ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര കത്തിയടിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ God bless you and thank you so much for watching.